ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഇന്ന് പകൽക്കാലം ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പി. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. ആമേൻ, സ്തോത്രം. ഇവിടെ ഇതാ വളരെ വ്യക്തമായും എഴുത്തുകാരൻ വ്യക്തതയോടുകൂടി വെളിപ്പെടുത്തുകയാണ്. ആമേൻ, സ്തോത്രം. പ്രത്യാശയുടെ പൂർണ്ണത ക്രിസ്തുവിൽ വെളിപ്പെടുന്നു എന്ന് ഇവിടെ ഇതാ വാക്യത്തിലൂടെ നമ്മെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ഇതാ വളരെ വ്യക്തമായിട്ടും 6-ാം അധ്യായത്തിന്റെ തുടക്കവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് നിർജീവ പ്രവർത്തിയെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലുള്ള വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. വളരെ വ്യക്തമായിട്ടും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് എഴുത്തുകാരൻ പറയുകയാണ്, യേശുക്രിസ്തുവിലുള്ള അടിസ്ഥാനത്തിന് മേൽ ആദ്യവചനം വിട്ടിട്ട് പരിജ്ഞാനത്തിന്റെ പരിപൂർണത പ്രത്യാശയോടുകൂടെ നാം പ്രാപിക്കണമെന്ന് ഇവിടെ ഇതാ വചന അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇതാ 11-ാം വാക്യത്തിൽ പറയുന്നു: എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ദൈവസഭയോടും ദൈവവിശ്വാസിയോടും ആഹ്വാനം ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെ ഇതാ ലേഖനകർത്താവ് ആഗ്രഹിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ മന്ദതയുള്ളവരാകാതെ ക്രിസ്തുവിന്റെ വചനം നാം പ്രാപിച്ചെടുക്കുമ്പോൾ ആ പരിപൂർണത നമ്മിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ അലസരായി തീരരുത്. ദൈവത്തിന്റെ വചനത്തിൽ എപ്പോഴും എരിവുള്ളവരായി തീരണം, എപ്പോഴും ഉത്സാഹമുള്ളവരായി തീരണം, മടുത്തുപോകാത്തവരായി തീരണം. അവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ആർജവത്വം നമ്മുടെ ശരീരങ്ങൾക്കകത്ത് പ്രകടമായിരിക്കണം. എങ്ങനെ? വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയ ഭക്തന്മാരുടെ അനുകാരികളായി തീരുവാൻ ദൈവവചനത്തിലൂടെ പ്രബോധിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യാശയുടെ പരിപൂർണത എന്നിലും നിങ്ങളിലും വെളിപ്പെടണം. എന്താണ് നമ്മുടെ പ്രത്യാശ? യേശുക്രിസ്തു അവൻ പോയതുപോലെ മടങ്ങി വരും, നമ്മെ അവൻ ചേർത്തുകൊള്ളും. ആ പ്രത്യാശയുടെ തീരത്ത്, നിത്യതയുടെ തീരത്ത് നാം ഒരുമിച്ച് അവനോടുകൂടെ വാഴും. ഈ പ്രത്യാശ ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചതുകൊണ്ട് തന്നെയാണ് ആ വചനത്തെയും ദൈവത്തെയും തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നതും അംഗീകരിക്കുന്നതും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൈവികത്വമായ പരിപൂർണത നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ ആമേൻ, ദൈവത്തിന്റെ വചനത്തിന്റെ പരിജ്ഞാനം നമ്മളിൽ വെളിപ്പെടണം. വിശ്വാസത്താലും ദീർഘക്ഷമയാലും ആമേൻ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് അനുഗ്രഹകരമായ ഒരു ദൈവ പദ്ധതി നമ്മളിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? വിധേയപ്പെട്ടിരിക്കണം. ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായിട്ടും ഞാൻ വിളിച്ചു പറയുന്നു, അവൻ ഈ മാസം തുടർമാനമായി നാം കേൾക്കുന്ന ദൈവത്തിന്റെ പരിപൂർണമായ ദൈവത്തിന്റെ വചനത്തെ നാം സ്വായത്തമാക്കുമ്പോൾ ഇന്നലകൾ നമ്മൾ അവൻ എവിടെയൊക്കെയാണ് ഇടുങ്ങിപ്പോയത്, എവിടെയാണ് ഞെരുങ്ങിപ്പോയത്, എവിടെയാണോ അവൻ മാറ്റപ്പെട്ടത്, അവിടെയെല്ലാം ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിക്കുന്നവരായി തീരും. പ്രത്യാശയുടെ അവൻ പരിപൂർണത നമ്മളിൽ വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ ആ ദൈവിക പദ്ധതിയുടെ അവൻ ലക്ഷ്യത്തിന് വേണ്ടി ഓടുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഓട്ടക്കളത്തിൽ അനേകം പേർ ഓടുന്നുവെങ്കിലും
ബിരുദ പ്രാപിക്കുന്നവർ ചുരുക്കമത്രേ. ഈ മാസം അങ്ങനെ ബിരുദ പ്രാപിക്കുന്നവരായി മാറുവാൻ ഓട്ടക്കളത്തിൽ അനേകം പേർ ഓടുന്നവർ ഒരുവനായിട്ടല്ല, ലക്ഷ്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി അവൻ ദൈവത്തിന്റെ ആ പൂർണ്ണ നിശ്ചയം എന്റെ അകത്ത് ആത്മാവിൽ പ്രകടമാക്കിക്കൊണ്ട് ഓടുവാൻ നിങ്ങൾ ഏവരെയും ദൈവം ഇന്ന് പകൽക്കാലം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പരിപൂർണതയോടെ നിങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God be with you.